മുമ്പേ തന്നെ പറയാം, ഇത് അല്പം ലെങ്തിയറുമാണ്, അതുപോലെ കുറച്ച് ബോറിങ്ങുമാണ്. കാര്യം ന്യൂസ് പേപ്പർ റീഡിങ്ങും അതുപോലെ മാപ്പ് റീഡിങ്ങും അത്യാവശ്യം ഒരു സ്ലോ പ്രോസസ്സിലൂടെ മാത്രമാണ് നമ്മൾ അതിലോട്ട് വരുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. നോർമലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് തരുന്നത് മുഴുവനായിട്ടൊരു ഓവർവ്യൂ ക്ലാസ് ആണ്. അപ്പോൾ ഓവർവ്യൂ ക്ലാസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം അതനുസരിച്ച് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പഠനം തുടങ്ങണം. എസ്പെഷ്യലി എവറി ഡേ നിങ്ങൾക്ക് മാപ്പിൽ നോക്കി എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കണം. അതൊരു കനാലാവാം, അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ആവാം, സം കൺട്രീസ്, അല്ലെങ്കിൽ ഒരു സിറ്റീസ്, എനിത്തിങ്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാപ്പിൽ ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ഏഷ്യയുടെ ഒരു ഫിസിക്കൽ മാപ്പാണ് ഞാനിവിടെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. പൊളിറ്റിക്കൽ മാപ്പ്. ഓക്കെ, സോ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് കൺട്രീസ് തിരിച്ചറിയാൻ പറ്റും, കൺട്രീസിൻ്റെ ബോർഡർ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, പൊളിറ്റിക്കൽ ബോർഡർ. ആൻഡ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത് മിക്കവാറും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ, എസ്പെഷ്യലി മൗണ്ടൻസ്, റിവേഴ്സ്, പിന്നെ ഓഷ്യൻസ്, പ്ലാറ്റ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ അതിൽ എംഫസൈസ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ലൈഡ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏഷ്യയുടെ ഫിസിക്കൽ മാപ്പാണ്. ആൻഡ് ദിസ് ഈസ് പൊളിറ്റിക്കൽ മാപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഓരോ സെഷൻ, അതായത് ഇപ്പോൾ യൂറോപ്പ് സെഷൻ മാത്രമായിട്ട്, ഏഷ്യയുടെ സെഷൻ മാത്രമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി ഞാൻ അതിൽ ആഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. സോ ഏഷ്യയിൽ നമുക്കിപ്പം ടോപ്പിൽ നിന്ന് തുടങ്ങാം. ടോപ്പിൽ നിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് റഷ്യയാണ്. ഓക്കെ, ടോപ്പിൽ ഏറ്റവും നോർത്ത് സൈഡിൽ. ഇപ്പോൾ നമ്മുടെ മാപ്പിൻ്റെ നോർത്ത് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുകളിലായിരിക്കും, സൗത്ത് സൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് താഴെയായിരിക്കും. ഓക്കെ, റഷ്യക്ക് താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് മംഗോളിയ കാണാം, മംഗോളിയക്ക് താഴെ ചൈന, ഓക്കെ, ചൈനയ്ക്ക് താഴെ ഇന്ത്യ. പിന്നെ അതുപോലെ തന്നെ റഷ്യയുടെ വെസ്റ്റ് സൈഡിൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ, സൗത്ത് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസക്കിസ്ഥാൻ കാണാം, ഉസ്ബെക്കിസ്ഥാൻ, ഫോർ ജോയിനിങ് പ്ലീസ് ഗോ ഓൺ മ്യൂട്ട്. ഓക്കെ പ്ലീസ്. ഓക്കെ, കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അതിൻ്റെ താഴെ തർക്കമെനിസ്ഥാൻ, കുറച്ച് റൈറ്റിലായിട്ട് ഇവിടെ കിർഗിസ്ഥാൻ കാണാം, അതിൻ്റെ താഴെ തജിക്കിസ്ഥാൻ, അതിനും താഴെയായിട്ട് അഫ്ഗാനിസ്ഥാൻ. ഈ ഭാഗങ്ങളൊക്കെ തന്നെ, അതായത് തർക്കമെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസക്ക്, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഈ ഏരിയ എന്ന് പറയുന്നത് USSRന്റെ പാർട്ടായിരുന്നു ഒരു കാലത്ത്. USSR കൊളാപ്സ് ചെയ്ത് 1990-ലാണ് അത് കൊളാപ്സ് ചെയ്യുന്നത്. അപ്പോൾ കൊളാപ്സ് ചെയ്യുന്നവരേക്കും ഇതൊക്കെ USSRന്റെ ഭാഗമായിരുന്നു. ദെൻ നമുക്ക് ഈസ്റ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുർക്കി ഇവിടെ കാണാം, അതിൻ്റെ താഴെ സിറിയ കാണാം, ഓക്കെ, ഇവിടെ ഇറാഖ് കാണാം, അതിൻ്റെ ഈസ്റ്റിൽ ഇറാൻ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ സൗദി അറേബ്യ, ഒമാൻ, അങ്ങനെ കുറച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടാണ് ഏഷ്യയുടെ ലെഫ്റ്റ് പോർഷൻസ് വരുന്നത്, അതായത് വെസ്റ്റേൺ പോർഷൻസ് വരുന്നത്. ഇനി ഒരു സെൻട്രൽ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഈ ഏരിയയാണ്. ഈസ്റ്റേൺ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് വരും. ഇനി താഴെ സൗത്ത് ഈസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ASEAN കൺട്രീസ് എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ സൗത്ത് ഈസ്റ്റേൺ കൺട്രീസ് ചേർന്നിട്ടാണ് ASEAN എന്ന് പറയുന്നത്. അതെല്ലാം ഈ ഭാഗത്ത് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫിലിപ്പൈൻസ് ഉണ്ട്, തൈവാൻ ഉണ്ട്, ഇവിടെ ജപ്പാൻ കാണാം, ദെൻ വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ്, ഓൾ ദീസ് കൺട്രീസ്. ഇവിടെ നേപ്പാൾ ഉണ്ട്. അങ്ങനെ ചെറിയ ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഇവിടെ താഴെ മലേഷ്യ ഉണ്ട്. മലേഷ്യയുടെ താഴത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. ദെൻ ഇന്തോനേഷ്യ, ഇവിടെ നമുക്ക് ഓസ്ട്രേലിയ കാണാം. ഓക്കെ, സോ ഓൾ ദിസ് ടുഗദർ. അതുപോലെ ചെറിയ ചെറിയ ഐലൻഡ്സ് ഉണ്ട്. നമുക്കിവിടെ ശ്രീലങ്കയുണ്ട്, മാലി അല്ലെങ്കിൽ മാൽഡീവ്സ് ഉണ്ട്, ഇതിൻ്റെ താഴെ സൈച്ചിലീസ് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് കുറച്ച് ഇതിൻ്റെ ഒരു 1-2 ഡീറ്റെയിൽ പറയാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ.
ഓക്കെ, അതിൽ സ്ട്രൈറ്റ് ഓഫ് മലാക്ക ഞാനിവിടെ മാർക്ക് ചെയ്ത ഭാഗത്ത്, അതായത് മലേഷ്യയുടെയും സുമാത്ര ദ്വീപിൻ്റെ ഇടയിൽ, സുമാത്ര എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയുടെ ഒരു ഭാഗമാണ്. സുമാത്ര, ബൊർണി, ജാവ, ഈ ഐലൻഡ്സ് എല്ലാം ഇന്തോനേഷ്യയുടെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഇതേ ഒരു പോയിന്റ് മാത്രം, അതായത് ഒരു സീ റൂട്ടാണിത്, സ്ട്രേറ്റ് ഓഫ് മലാക്ക. സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത് അത്ര കണ്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കാര്യം ഇതിൻ്റെ ഈസ്റ്റേൺ ഭാഗത്തോട്ട് പസഫിക് ഓഷനിലോട്ട് പോകണമെങ്കിൽ സ്ട്രേറ്റ് ഓഫ് മലാക്ക വഴി തന്നെ പോകണം, കപ്പൽ റൂട്ടാണ്. അപ്പം അതുപോലെ തന്നെ ഈ കടന്നു പോകുന്ന ഭാഗത്ത് ഒരു 10 ഡിഗ്രി ചാനലും 8 ഡിഗ്രി ചാനലും 9 ഡിഗ്രി ചാനലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാറിനും ഇടയ്ക്കുണ്ട് 9 ഡിഗ്രി ചാനലുണ്ട്. അതുപോലെ ലക്ഷദ്വീപിൻ്റെ ഇടയ്ക്ക് 8 ഡിഗ്രി ചാനലുണ്ട്. അപ്പോൾ ഇതെല്ലാം കപ്പൽ റൂട്ടുകളാണ്. സോ സ്ട്രേറ്റ് ഓഫ് മലാക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇപ്പോൾ സ്ഥിരമായിട്ട് ന്യൂസിൽ കേൾക്കുന്നതാണ് ഈ സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളത്, ഒരുപാട് കൺട്രീസ് അതിൻ്റെ മേളിൽ അവരുടെ അധികാരം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ചൈന പറയുന്ന അധികാരമാണ്. കാര്യം ചൈന അധികാരം പറയുക മാത്രമല്ല, അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, മാത്രമല്ല സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയ അവൻ കൺട്രോളിൽ വയ്ക്കുന്നത് US പോലെയുള്ള കൺട്രീസ് ആ ഏരിയ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഒരുപാട് ആക്ടിവിറ്റീസ് അവന് നടക്കത്തില്ല. കാര്യം സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പഴയ ഏൻഷ്യൻ ടൈമിൽ ഒരു സിൽക്ക് റൂട്ടുണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ചൈന ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മധ്യ ഏഷ്യയിൽ നിന്നുള്ള ഒരു കണക്ഷൻ ഇവർക്ക് കിട്ടണമെങ്കിൽ ലാൻഡ് വഴി ഒരു കണക്ഷൻ സാധ്യമാവണം. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് POKയിൽ കൂടെയാണ് അതിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്, പാക് ഒക്കുപൈഡ് കാശ്മീർ. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് അതിൽ വലിയ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവനൊരു സീ റൂട്ട് കൂടി അവൻ ഐഡിയ വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് സൗത്ത് ചൈന സീയിൽ വന്നിട്ട് സ്ട്രേറ്റ് ഓഫ് മലാക്ക വഴി ദേ ക്യാൻ ആക്സസ് സംവെയർ ഗൾഫ് ഓഫ് ഏദൻ, ദെൻ റെഡ് സീ, ഓൾ ദോസ് ഏരിയാസ്. സുയസ് കനാൽ വഴി അവർക്ക് മെഡിറ്ററേനിയൻ സീയിലോട്ട് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ, സീ റൂട്ട് അവൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീ റൂട്ട് നോക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സൗത്ത് ചൈന സീ പുള്ളിക്കാരൻ്റെ കൺട്രോളിൽ തന്നെ നിൽക്കണമെന്നൊരു വാശിയാണ്. കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗത്ത് ചൈന സീ ബ്ലോക്ക് ആവുകയോ അതുപോലെ സ്ട്രേറ്റ് ഓഫ് മലാക്ക ബ്ലോക്ക് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ചൈനയുടെ എക്കണോമി നല്ല രീതിയിൽ ബാധിക്കപ്പെടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ കറണ്ട് ഇഷ്യൂ എന്ന് പറയുമ്പോൾ പെൻ യൂസ് ചെയ്യാം. ഓക്കെ, കറണ്ട് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, പാങ്കോങ്. അപ്പോൾ ഇവിടെ പാങ്കോങ് ലെക്കിൻ്റെ സൗത്ത് സൈഡിൽ വന്നിട്ട് ചൈന പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന അതേ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൗത്ത് ചൈന സീയിൽ US-ഉം അതുപോലെ ചൈനയും അവരുടെ സ്റ്റാൻഡ് ഓഫ് നിൽക്കുകയാണ്, ഫേസ് ഓഫ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ ഏരിയ അത്ര കണ്ട് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് അവർക്ക് മാത്രമല്ല, ഇത് വിയറ്റ്നാമിൻ്റെ ഭാഗമാണ്. വിയറ്റ്നാം ആണെങ്കിൽ ചൈനയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു കൺട്രിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ത്യ എപ്പോഴും ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വിയറ്റ്നാമിന് വിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതുപോലെ ഫിലിപ്പൈൻസ്, പിന്നെ നമുക്കിവിടെ കാണാം തായ്വാൻ കാണാം. തായ്വാനെ വിളിക്കുന്ന പേര് തൈപ്പൈ എന്നാണ്. അത് തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നുള്ള കാര്യം ചൈന അംഗീകരിച്ചിട്ടില്ല. സ്വതന്ത്ര രാജ്യമൊക്കെയാണ്, പക്ഷെ പുറത്തു പോകുമ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് ചൈനീസ് തൈപ്പൈ എന്ന് പറയുന്ന അഡ്രസ്സിൽ പോകണം. അത് ഒരു വൺ ചൈന എന്ന് പറയുന്ന പോളിസിയാണ്. അപ്പോൾ വൺ ചൈന എന്ന് പറയുന്ന പോളിസി അംഗീകരിക്കാത്ത ഒരു രാജ്യമായിട്ട് അവർ ട്രേഡോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ഇന്ത്യ കൂടി അത് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. സോ തൈപ്പൈ എന്ന് പറയുന്ന കൺട്രി ഇതാണ്, തൈവാനാണ്. നമുക്കിതിനെ കുറച്ച് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈസ്റ്റ് ചൈന സീ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ദാറ്റ് അലോൺ വിൽ മാർക്ക്. അതിനും കുറച്ച് മുകളിലായിട്ട് ഷാങ്കായി കാണാനായിട്ട് സാധിക്കും. ദെൻ അതിന് മുകളിലായിട്ടൊരു യെല്ലോ സീ ഉണ്ട്.
ഓക്കെ, ഇനി ഇവിടെ കാണുന്നത് ജപ്പാനാണ്. ഓക്കെ, ജപ്പാൻ്റെ ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇവിടെ വോൾക്കാനോ ഐലൻഡ് എന്നും അതുപോലെ ബോണിൻ ഐലൻഡ് എന്നുമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. വോൾക്കാനോ ഐലൻഡ് ആൻഡ് ബോണിൻ ഐലൻഡ്. ഈ ജപ്പാൻ എന്ന് പറയുന്നത് 4 ഐലൻഡ് ചേർന്നിട്ടുള്ളതാണ്. അത് ഹൊക്കൈഡോ, ഹോഷു, പിന്നെ ക്യോട്ടോ, അങ്ങനെ 4 ഐലൻഡ്സ് ചേർന്നിട്ടാണ് ജപ്പാൻ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ UK ഒക്കെ എന്താണ് 4 പ്രത്യേക ഭാഗങ്ങൾ ചേർന്നിട്ടാണ് അതിൻ്റെ മൊത്തം ഒരു കൺസ്ട്രക്ഷൻ, കൺട്രിയുടെ തന്നെ കൺസ്ട്രക്ഷൻ അങ്ങനെ വരുന്നത്. അപ്പോൾ ഈസ്റ്റ് ചൈന സീ കണ്ടു. ഇനി ഈസ്റ്റ് സീ അല്ലെങ്കിൽ സീ ഓഫ് ജപ്പാൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈസ്റ്റ് സീ അല്ലെങ്കിൽ സീ ഓഫ് ജപ്പാൻ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഇവിടെ നമുക്ക് ബെറിങ് സീ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അതിൻ്റെ കുറച്ച് ഈസ്റ്റിലായിട്ട് അലൂഷ്യൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. ഇത് US-ൻ്റെ കൺട്രോളിലാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാസിഫിക് ഓഷ്യൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അഫ്കോഴ്സ് ഇത് കഴിഞ്ഞാൽ അലാസ്കയാണ് വരുന്നത്. അലാസ്ക അത് ഈ ഭാഗത്ത് കാനഡയായി, പിന്നെ അതിൻ്റെ താഴെ എന്താണ് നോർത്ത് അമേരിക്കയായി, പിന്നെ അവിടുത്തെ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളും, ദെൻ സൗത്ത് അമേരിക്ക. അപ്പോൾ അത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ. ഫുൾ മാപ്പ് കാണിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു സീ ഉണ്ട്, കാര സീ എന്നാണ് അത് പറയുന്നത്. അത് ആർട്ടിക് ഓഷ്യൻ്റെ ഫേസിൽ, അതായത് നോർത്ത് സൈഡിൽ റഷ്യയുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ ലാപ്റ്റേവ് സീ എന്ന് പറയുന്ന ഒരു സീ ഉണ്ട്. ഇറ്റ്സ് കം ഹിയർ, ലാപ്റ്റേവ് സീ. സോ ഓൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒമാൻ്റെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ് ഗൾഫ് ഓഫ് ഒമാൻ. ഇനി പേർഷ്യൻ ഗൾഫ് എന്ന് കാണുന്നത് ഇവിടെയാണ്. ഇറാൻ്റെയും അതുപോലെ സൗദി അറേബ്യയുടെയും ഇടയ്ക്കുള്ള ഭാഗമാണ് പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് സുയസ് കനാലാണ്. സുയസ് കനാൽ കഴിഞ്ഞാൽ റെഡ് സീ കാണാം. ഈ റെഡ് സീ, ബ്ലാക്ക് സീ, യെല്ലോ സീ വേൾഡിൻ്റെ പല ഭാഗത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് കാണാം. ഇതെന്ന് പറയുന്നത് യമൻ്റെ സൗത്ത് സൈഡിലാണ് ഗൾഫ് ഓഫ് ഏദൻ. അപ്പോൾ ഇതിൽ മെഡിറ്ററേനിയൻ സീ അല്ലെങ്കിൽ എന്താണ് യൂറോപ്യൻ സൈഡിലോട്ട് ഒരു ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ അത് സുയസ് കനാൽ കട്ട് ചെയ്ത് ആണ് അതിൻ്റെ ട്രാവൽ നടക്കുന്നത്, ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഫിസിക്കൽ മാപ്പ് നോക്കാം. ഫിസിക്കൽ മാപ്പിലും നമുക്ക് ഇതേ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഹോർമസ് എന്ന് പറയുന്ന ഒരു ഏരിയ കാണാനായിട്ട് സാധിക്കും. അതെന്ന് പറയുന്നത് പ്ലാറ്റി ഓഫ് ഇറാൻ്റെ താഴെയായിട്ടാണ്, ഇറാൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഹോർമസ്. ഇനി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലായിട്ട് നമുക്ക് ഗൾഫ് ഓഫ് മാന്നാർ താഴെ ഭാഗത്തും അതുപോലെ പാക് സ്ട്രെയിറ്റ്, PALK, പാക് സ്ട്രെയിറ്റ് നോർത്ത് സൈഡിലും കാണാനായിട്ട് സാധിക്കും. ദെൻ ഇവിടെ നേരത്തെ പറഞ്ഞു സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. അതുപോലെ തന്നെ സുമാത്ര ഐലൻഡിനും ജാവ ഐലൻഡിനും ഇടയിലോട്ട് നമുക്കൊരു സുന്ദ സ്ട്രെയിറ്റ് ഉണ്ട്. അത് ഇവിടെയാണ്, SUNDA സ്ട്രെയിറ്റ്, സുന്ദ സ്ട്രെയിറ്റ്. അതുപോലെ ഈ കാണുന്ന ഭാഗം ജാവ ഐലൻഡിൻ്റെ ടോപ്പിൽ കാണുന്നത് ജാവ സീ ആണ്. സൗത്ത് ചൈന സീ നേരത്തെ പറഞ്ഞു. ഈസ്റ്റ് ചൈന സീ ഇവിടെ ഉണ്ട്. അതുപോലെ സീ ഓഫ് ജപ്പാൻ അല്ലെങ്കിൽ ഈസ്റ്റ് സീ എന്നറിയപ്പെടുന്ന സീ ഉണ്ട്. ഈ ഭാഗത്ത് കരോലിൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അലൂഷ്യൻ ഐലൻഡ്സ് ദാറ്റ്സ് കൺട്രോൾഡ് ബൈ US. ഓക്കെ, ആൻഡ്
ബെറിങ് സീ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതുപോലെ ജപ്പാൻ്റെ നോർത്ത് സൈഡിൽ കുറിൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഇറ്റ്സ് ഹിയർ. അത് റഷ്യൻ കൺട്രോളിലാണുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ കാര സീസ് ഹിയർ ആൻഡ് ലാപ്റ്റേവ് സീസ് ഹിയർ. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു മൗണ്ടെയിൻ കാണാം. മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റഷ്യ എന്ന് പറയുന്നത് ഒരു യൂറേഷ്യൻ കൺട്രിയാണ്. യൂറേഷ്യൻ കൺട്രി മീൻസ് യൂറോപ്പിലും ഏഷ്യയിലും അങ്ങനെ 2 കൺട്രീസ് ആണുള്ളത്. ഒന്ന് റഷ്യ, അതുപോലെ ടർക്കി. ഓക്കെ, ഈ റഷ്യ എന്ന് പറയുന്നത് യൂറോപ്പിലും ഏഷ്യയിലും ആയിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അതിനെ യൂറോപ്യൻ പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നത് ഉറാൽ മൗണ്ടൻസ് എന്ന് പറയുന്ന മൗണ്ടൻസ് ആണ്. ഇനി നേരത്തെ ഇവിടെ കാര സീ കാണിച്ചതിൻ്റെ അടുത്ത് തന്നെ കാര സ്ട്രെയിറ്റ് ഉണ്ട്. ഈ ഭാഗത്ത് ഇറ്റ്സ് ഹിയർ, കാര സ്ട്രെയിറ്റ്. ഇനി അറാൽ സീ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഉറാൽ മൗണ്ടനിലേക്ക് ഇനി താഴെ വന്നിട്ട് ഈ ഭാഗത്താണ്. മാർക്ക് ഹിയർ, അറാൽ സീ. സോ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കിവിടെ പ്ലാറ്റു ഓഫ് തിബറ്റ് കാണാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ഇവിടെ ഹിമാലയ. ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലോട്ട് പോകുന്നില്ല. ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയുന്നത് അറിയാം. ഥാർ മരുഭൂമിയുടെയൊക്കെ ഭാഗങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മെയിനായിട്ട് നോക്കാം. ഓരോ ബാക്കിയുള്ള പോർഷനിലോട്ട് പോവാം. ഇപ്പം ഇതെന്ന് പറയുന്നത് ഏഷ്യയിലെ ക്ലൈമറ്റ് കാണിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ ഇതിൽ ആനുവൽ റെയിൻഫാൾ അതുപോലെ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ കളേഴ്സ് അനുസരിച്ച് ഇതിൻ്റെ റെയിൻഫാള് 100 സെൻറ്റിമീറ്റേഴ്സിന് കൂടുതലുള്ള ഭാഗങ്ങൾ ഇവിടെയാണ് കൂടുതൽ വരുന്നത്. ഭൂമധ്യരേഖയായിട്ട് കൂടുതൽ കണക്ഷനിൽ വരുന്ന ഭാഗങ്ങൾ, അതുപോലെ ഏറ്റവും കുറവ് മഴ കിട്ടുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓൾ ദീസ് ഏരിയാസ്. ഓക്കെ, അതുപോലെ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ കാര്യം 0 ഡിഗ്രി സെൽഷ്യസ് വരുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ കോൾഡ് കറണ്ട് വാം കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വിൻഡ്. ഓക്കെ, വിൻഡ് ഫ്ലോ തന്നെയാണ് ഈ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് സഞ്ചരിക്കുന്ന ഭാഗങ്ങൾ ഇവിടെ റെഡ് കളറിൽ കാണുന്നത് വാം കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് എന്താണ്, ഓഷ്യനിൽ തന്നെ ചില പ്രത്യേക ഭാഗങ്ങൾ വിൻഡിനാലോ അല്ലെങ്കിൽ പല കാരണങ്ങളാലായിട്ട് ഒരു ഫ്ലോ ഉണ്ടാവും. സോ അതിനെയാണ് ആക്ച്വലി ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള കറണ്ട്സ് ഉണ്ട്. ഒന്നുകിൽ അത് വാം കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അത് കോൾഡ് കറണ്ട് ആയിരിക്കും. മോസ്റ്റ്ലി അത് ഏത് ഭാഗത്തു നിന്നാണോ സഞ്ചരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ പേരുകൾ നിശ്ചയിക്കുന്നത്. എസ്പെഷ്യലി ഇവിടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യരേഖ. ഇപ്പോൾ കൈൻഡ് ഓഫ് ഹോട്ടർ ഏരിയയാണ്. അപ്പോൾ അവിടുന്ന് നോർത്തിലോട്ടും സൗത്തിലോട്ടും പോകും. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാണ് മുകളിലുള്ള ഭാഗം പറയുന്നത്. അതറിയാലോ അല്ലേ? ഭൂമിയുടെ ഇത് കറക്റ്റ് റൗണ്ടായില്ല. ഭൂമിയുടെ ഇവിടെ ഭൂമധ്യരേഖ 0 ഡിഗ്രി. ഇതിന് ടോപ്പിലോട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സൗത്തിലുള്ളതിനെ സതേൺ ഹെമിസ്ഫിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലോട്ട് സഞ്ചരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു ഹോട്ടർ ഏരിയ എന്ന് വരുന്നതുകൊണ്ട് അത് വാം കറണ്ട് ആയിരിക്കും. നമുക്കിവിടെ കുറേഷ്യോ എന്ന് പറയുന്ന ഒരു കറണ്ട് ഇവിടെ കാണാം. സോ ഇത് നോർത്തേൺ ഏരിയയിലോട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇതിൻ്റെ റെഡ് കളറാണ്. വാം കറണ്ട് ആണത്. ഓക്കെ, അതുപോലെ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയെ ലക്ഷ്യം വെച്ച് വരുന്ന കറണ്ട്സ് എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയർ ആയാലും നോർത്തേൺ ഹെമിസ്ഫിയർ ആയാലും അതെന്ന് പറയുന്നത് കോൾഡ് കറണ്ട് ആയിരിക്കും. കോൾഡ് കറണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഇവിടെ ഒയോസിയോ എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട്. ഇത് ജപ്പാന്റെ ഭാഗത്താണിത്. ഈ 2 കാണുന്നത്. നമുക്ക് വേൾഡിൽ മൊത്തം ഉള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. നമുക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇത് നാച്ചുറൽ വെജിറ്റേഷൻ്റെ കാര്യത്തിലാണ്.
മൺസൂൺ ഹിറ്റ് ഏരിയാസിനെ പറ്റി നമുക്കിവിടെ കൂടുതൽ ഈ ഭാഗത്ത് കാണാം. നേരത്തെ കാണിച്ച പോലെ റെയിൻഫാള് 400 എന്താണ് സെന്റിമീറ്റർ അല്ലേ പറയുന്നത്, 400 സെന്റിമീറ്ററിന് മുകളിലുള്ള റെയിൻഫാൾ ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മൺസൂൺ ഹൈ ആയിട്ട് കിട്ടുന്ന ഏരിയയും അതുപോലെ തന്നെ അത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരിക്കും. അതായത് മഴക്കാടുകൾ അല്ലേ, നിത്യഹരിത വനങ്ങൾ. ഓക്കെ, ഇനി ഇത് പലതരത്തിലുള്ള അഗ്രികൾച്ചർ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗത്താണത് ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്. ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഈ തരത്തിലൊന്നും UPSC അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പോയിന്റ്സ് നമുക്ക് എലിമിനേഷന് വേണ്ടിയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് പോപ്പുലേഷൻ ഡെൻസിറ്റി അനുസരിച്ചാണ് ഈ ഒരു സ്ക്രീൻഷോട്ട്. അതിൽ ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഉള്ള ആൾക്കാരുടെ എണ്ണം, അത് എബോവ് 500 വരുന്നതിനെ കളർ ഇച്ചിരി കറുപ്പിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് അങ്ങനെ ഓരോ കളർ ഡിവിഷനാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നോക്കണമെന്നുണ്ടെങ്കിൽ സംവെയർ ഫാൾ ബിറ്റ്വീൻ 300. ഓക്കെ, ഇത് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും മാപ്പാണ് ഇടത് ഭാഗത്ത്. അതുപോലെ റൈറ്റ് സൈഡിൽ ഭൂട്ടാൻ ആൻഡ് ബംഗ്ലാദേശ്. ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലങ്ങൾ ഇസ്ലാമാബാദ്, പെഷവാർ, സദേൺ സൈഡിൽ കറാച്ചി, സിന്ധ് പ്രൊവിൻസ് നമുക്ക് ഇവിടെ കാണാം, പഞ്ചാബ് പ്രൊവിൻസ് ഇവിടെ കാണാം, ലാഹോർ ഇവിടെ കാണാം. ഇതിനകത്തുകൂടെ നദികൾ ചലം ചെനാബൊക്കെ ഒഴുകി പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അതുപോലെ അഫ്ഗാൻ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ കബൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളിൽ അഫ്ഗാനിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ കാര്യം നടന്നു അല്ലെങ്കിൽ ഒരു ബ്ലാസ്റ്റ് നടന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ, അഫ്ഗാൻ ആയതുകൊണ്ട് ബ്ലാസ്റ്റ് കാര്യം പറഞ്ഞ് നോർമലി ഇവിടെ ഹാപ്പൻ ചെയ്യാറുണ്ട്. ഗസ്നി എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതിനെ മാത്രമായിട്ട് നമ്മളത് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ, അപ്പം നമുക്ക് അഫ്ഗാൻ്റെ ഈസ്റ്റേൺ സൈഡിലാണ് എന്നൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അത് ഇറ്റ്സ് ആൾമോസ്റ്റ് ബോർഡർ ടു പാകിസ്ഥാൻ. അപ്പോൾ ഇത് ഇത്രയാണെന്ന് അറിഞ്ഞു വയ്ക്കുക. അതുപോലെ കന്ദഹാറിനെ പറ്റി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഈസ്റ്റേൺ സൈഡിലാണ്, ബട്ട് കൈൻഡ് ഓഫ് സൗത്ത് ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഏരിയയിലാണ് കന്ദഹാർ. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഭൂട്ടാൻ്റെ ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ തിംഫു ആണ് ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ. ഭൂട്ടാൻ ആൾമോസ്റ്റ് ഇന്ത്യയുടെ എയ്ഡിൽ കഴിയുന്ന ഒരു സൊവേറിയൻ കൺട്രി തന്നെയാണ്. അവിടെ മൊണാർക്കാണുള്ളത്. ഇനി നമുക്ക് ബംഗ്ലാദേശ് നോക്കിക്കഴിഞ്ഞാൽ ധാക്കയാണ് അതിൻ്റെ ക്യാപിറ്റൽ. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ഒഴുകി വരുന്നതെന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. ആൻഡ് ദിസ് ഈസ് ഗംഗ. അത് ഒഴുകി വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പത്മ എന്ന് പറയുന്ന പേരിലും പിന്നെ മേഘ്ന എന്ന് പറയുന്ന പേരിലും ആണിത് ഒഴുകുന്നത്. അതിനുശേഷം അത് ബേ ഓഫ് ബംഗാളിൽ പോയി പതിക്കുകയാണ് ചെയ്യുന്നത്. റിവറിൻ്റെ മൗത്ത് എപ്പോഴും മൾട്ടി കോഴ്സ് ഉള്ള രീതിയിലായിരിക്കും, ഒരു ഡെൽറ്റയൊക്കെ ഫോം ചെയ്ത്. സോ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് മൗത്ത് ഓഫ് ഗംഗ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഓക്കെ, പിന്നെ നോർമലി നമ്മുടെ ഹിസ്റ്റോറിയൊക്കെ വായിക്കുന്ന സമയത്ത് അറിയാമല്ലോ, അഖണ്ഡഭാരതം പണ്ട് സമയത്ത് അഫ്ഗാനും പാകിസ്ഥാനും ഒക്കെ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പറയുന്നു, ഇപ്പോൾ ചിറ്റഗോങ് ആയാലും ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ അതൊക്കെ എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദിസ് ഈസ് നേപ്പാൾ. ഇപ്പോൾ നേപ്പാളിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവുകയാണ്. ഇത് ശ്രീലങ്കയിൽ നമുക്ക് 1-2 സ്ഥലങ്ങൾ. ജാഫ്ന എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ജാഫ്ന എന്ന് പറയുന്നത് തമിഴ് പുലികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഇല്ല. ഇതിൻ്റെ ഒരു നല്ലൊരു ഏരിയ വേലുപ്പിള്ള
പ്രഭാകര പിള്ള അല്ലേ, പുള്ളിയുടെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊന്നുമില്ല, നോർത്തേൺ പ്രൊവിൻസ്. അതുപോലെ എലഫന്റ് പാസ് എന്ന് പറയുന്ന ഏരിയ അന്ന് കുറച്ച് ഫേമസ് ആയിരുന്നു, ഒരു 12 കൊല്ലം മുമ്പ്. അപ്പോൾ ഇതാണ് ശ്രീലങ്കയുടെ ഒരു മുഴുവൻ സ്ട്രക്ചർ. ശ്രീലങ്കയെ പറ്റിയുള്ള വാർത്തകൾ ഇപ്പോൾ നോക്കി വെക്കണം. കാര്യം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ള വാർത്തകൾ സ്ഥിരമായിട്ട് വരികയാണ്. അപ്പോൾ അതിന് ഒരു പുതിയൊരു കമ്മിറ്റിയൊക്കെ അവർ രൂപീകരിച്ചു. അപ്പോൾ സ്ഥിരമായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക, എസ്പെഷ്യലി ആർട്ടിക്കിളിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ മെൻഷൻസ് ഉണ്ടാവും. ഇതൊരു ഫിസിക്കൽ മാപ്പാണ്. നമ്മൾ ഈ ഭാഗം നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈസ്റ്റ് ചൈന സീയൊക്കെ ഉള്ള ഭാഗം, സദേൺ ചൈന സീ, യെല്ലോ സീ, അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് മംഗോളിയ കാണാം. അതുപോലെ ഇവിടെ ഗോബി ഡെസേർട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കോൾഡ് ഡെസേർട്ട് ഉണ്ട് സൗത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. പ്ലാറ്റു ഓഫ് തിബറ്റ് കാണാം. ഇവിടെ ഒരു കാര്യം കൂടി പറയാനായിട്ട്, പാം ഫിംഗർ തിയറി. പാം ഫിംഗർ തിയറി എന്നൊരു കാര്യമുണ്ട്. അതിൽ ചൈനയുടെ ഒരു പഴയ നേതാവ് ഉണ്ടായിരുന്നു, മാവോ സേതോങ്, മാവോ. ഇപ്പോൾ മാവോ വരുന്നത് ചൈനയുടെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരി. ഇപ്പോൾ നമ്മുടെ സിങ് ജിങ് പുള്ളിയുടെ കറക്റ്റ് ഒരു പിൻഗാമിയായിട്ട് വരികയാണ്. പുള്ളി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ തിരുത്തി ആജീവനാന്തകാല ചെയർമാനായിട്ട് അവിടെ കണ്ടിന്യൂ ആണ്. ആക്ച്വലി അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 2 ടൈമിന് മേളിൽ ഒരാൾ നിൽക്കാൻ പാടില്ല എന്നാണ്. സോ സിങ് ജിങ് മരണം വരെ അത് ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മാവോയുടെ തിയറി പ്രകാരം ഇതൊരു പരസ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല, എന്നൊരു 2007 വരെ. ഓക്കെ, 2007 സ്റ്റാൻഡ് ഓഫ് കഴിഞ്ഞപ്പോൾ അതവർ വ്യക്തമാക്കി. തിബറ്റൻ ഏരിയ എന്ന് പറയുന്നത് അവരുടെ കൈ വെള്ളയാണെന്നും അതിന് 5 വിരലുകളുണ്ടെന്നും. ഓക്കെ, അതിൽ അവർ പറയുന്ന മേഖലകൾ എന്ന് പറയുന്നത് ലഡാക്ക്, നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം, അരുണാചൽ പ്രദേശ്. ഇപ്പോൾ ഇത്ര ഏരിയാസ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേപ്പാൾ സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് ആണ്, പക്ഷേ മോസ്റ്റ്ലി ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. കാര്യം ഒരുപാട് എയ്ഡ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, എസ്പെഷ്യലി ഹൈഡ്രോ ഇലക്ട്രിക് പവേഴ്സ് പോലുള്ള കാര്യങ്ങൾ, ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു വിങ് എപ്പോഴും ഇവിടെ കാണും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട 3 ഭാഗങ്ങൾ, ലഡാക്ക്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഇത് 3ഉം ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്സ് ആണ്. നേപ്പാളും ഭൂട്ടാനും വെവ്വേറെ സ്റ്റേറ്റുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് സിക്കിം ഇൻ്റഗ്രൽ പാർട്ടായി ഭൂട്ടാൻ ആയില്ല എന്നുള്ളത് നിങ്ങൾ വഴിയെ പഠിക്കും. തൽക്കാലം അറിഞ്ഞുകൊള്ളുക, ഈ ഭാഗത്ത് ഈ 5 സ്ഥലങ്ങളിലും ഇന്ത്യയുടെ ശക്തമായൊരു സാന്നിധ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ കൺട്രോളിൽ തന്നെയാണ് പല കാര്യങ്ങളും. അപ്പോൾ അതിനെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രഹസ്യ അജണ്ട, പറയാതെ പറയുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം ലിബറേറ്റ് ചെയ്തതിനു ശേഷം നോർമലി അവരുടെ ഐഡിയ എന്ന് പറയുന്നത് ഒരു 2 അഡ്മിനിസ്ട്രേഷൻ 1 കൺട്രി എന്ന് പറയുന്ന തിയറി കൊണ്ടുവരും. പിന്നീട് സാവധാനം അത് അവരുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ മലേഷ്യയുടെ ഭാഗങ്ങളെ കുറച്ച് എൻലാർജ് ചെയ്തൊരു പോർഷനാണ്. ഇവിടെ 2 കാര്യം പറഞ്ഞായിരുന്നു. സുൻഡ എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. അതുപോലെ സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന ഒരു പോർഷനെ പറ്റി പറഞ്ഞായിരുന്നു. ദെൻ ഇവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കാണാം. സുലു എന്ന് പറയുന്ന ഒരു സീ കാണാം. അതുപോലെ ഇവിടെ മക്കാസർ എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ഇവിടെയുണ്ട്. ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് മക്കാസർ. പിന്നെ അതുപോലെ ഒത്തിരി സീസ് ഉണ്ട് ഇവിടെ നമുക്ക് ജാവ സീ കാണാം, ഇന്ത്യൻ ഓഷ്യൻ്റെ സദേൺ സൈഡിൽ കാണാം. നമുക്കിതൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ വെനെവർ ഇത് എപ്പോഴാണോ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസിൽ വരുന്നത്, എസ്പെഷ്യലി നമുക്കിവിടെ 2 കാര്യമുണ്ട്. പരാസൽ ഐലൻഡ്സും
സ്പാർത്തി ഐലൻഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ പാരാസൽ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് സൗത്ത് ചൈന സീയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ഥാനം പറഞ്ഞിരിക്കുന്നത്. സൗത്ത് ചൈന സീയുടെ നോർത്ത് സൈഡിലാണ് പാരാസൽ ഐലൻഡ്സ്, അതുപോലെ സൗത്ത് സൈഡിലാണ് സ്പാർത്തി ഐലൻഡ്സ്. അപ്പോൾ ഇത് രണ്ടും ചൈന പറയുന്ന അവരുടെ ഐലൻഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, മിലിറ്ററി ആക്ടിവിറ്റീസും ഖനനവും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ അത് പ്രത്യേകിച്ച് ഒന്ന് കോട്ട് ചെയ്ത് വയ്ക്കുക, യൂസ്ഫുൾ ആവും. ഇത് സൗത്ത് കൊറിയയുടെ ഭാഗമാണ്. യെല്ലോ സീ ഇവിടെ കാണാം. സൗത്ത് കൊറിയ എന്ന് പറയുന്നത് കൊറിയൻ പ്ലാറ്റൂവിൽ വരുന്ന ഏരിയയാണ്. അത് എന്താണ് ഇവിടെ പോകാനായിട്ട് രണ്ട് മാർഗങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസ് ചൈനയായിട്ട് ബോർഡർ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ആൻഡ് നോർത്ത് കുറച്ച് ഇവിടെ ഒരു ആരോ കാണിച്ചിട്ടുള്ളത് റഷ്യയായിട്ട് ബോർഡർ ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ കടക്കാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇവിടുന്ന് രണ്ടും ട്രെയിൻ സർവീസ് ഉണ്ട്. ഓക്കെ, ഈ ട്രെയിൻ സർവീസ് വഴി മാത്രമേ നോർത്ത് കൊറിയയിലോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ, അതുപോലെ തിരിച്ചു പോകാനും. മാത്രമല്ല അവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നെറ്റ്വർക്ക്സ് ഒന്നും കാണത്തില്ല. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ബാൻഡാണ് ഇവിടെ, എസ്പെഷ്യലി ബൈബിൾ ബാൻഡാണ്. പുറത്തുനിന്നുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അതൊരു അടിപൊളി സ്ഥലമാണ് നോർത്ത് കൊറിയ. ആൻഡ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത് നോർത്ത് കൊറിയയുടെ ഓപ്പോസിറ്റായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ സൗത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക്കാണ്. നോർത്ത് കൊറിയ പോലെ അല്ല, സൗത്ത് കൊറിയ ഒരു റിപ്പബ്ലിക്കാണ്. മാത്രമല്ല US-ൻ്റെ ഒരു അലയാണ്. ഇനി ഇതിൻ്റെ താഴെ കാണുന്നതെന്ന് പറയുന്നത് ജപ്പാനാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. ക്യൂഷു എന്ന് പറയുന്ന ഐലൻഡാണ്, ഷിക്കോക്കു എന്ന് പറയുന്ന ഐലൻഡാണ്, നമുക്കിവിടെ ടോക്കിയോ കാണാം. അതുപോലെ ഹൊക്കൈഡോ എന്ന് പറയുന്ന ഐലൻഡാണ് ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റുന്നത്. ഇതിലെ ഓരോ സ്ഥലങ്ങളും പ്രാധാന്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, ആൻഡ് ഇതെന്ന് പറയുന്നത് നമുക്ക് വെസ്റ്റേൺ സൈഡ്, ഏഷ്യയുടെ വെസ്റ്റേൺ സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഒമാൻ്റെ നോർത്താണ്, ഗൾഫ് ഓഫ് ഒമാൻ. ഇത് പേർഷ്യൻ ഗൾഫ് എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയ്ക്കും ഇറാനും ഇടയ്ക്കാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ കുറച്ച് മുകളിലായിട്ട് കാസ്പിയൻ സീ കാണാൻ സാധിക്കും. അതൊരു ലാൻഡ് ലോക്ക്ഡ് സീ ആണ്. ഇതിൻ്റെ സൗദി അറേബ്യയുടെയൊക്കെ വെസ്റ്റേൺ സൈഡിൽ റെഡ് സീ കാണാം. റെഡ് സീയുടെ മുകളിലായിട്ട് ഗൾഫ് ഓഫ് സൂയസ് കാണാം. ഇതാണ് സുയസ് കനാൽ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയിലോട്ടുള്ളൊരു എൻട്രിങ് ആണ്. അപ്പോൾ മെഡിറ്ററേനിയനിൽ കയറിയാൽ മാത്രമേ യൂറോപ്പ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ സൗദി അറേബ്യയിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് റിയാദുണ്ട്, മെക്കയുണ്ട്, ജിദ്ദ, മദീന. സോ ഓൾ ദോസ് ആർ ഇമ്പോർട്ടൻ്റ് ഏരിയാസ്. ഇത് ഗൾഫ് ഓഫ് ഒമാൻ ഇത് പറഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചബഹർ എന്ന് പറയുന്ന ഒരു പോർട്ട് ഇന്ത്യയുടെ എയ്ഡിൽ ഇറാനിൽ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇതിനൊരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻ്റ് നോക്കണം. ഇതുവഴി നമുക്ക് മധ്യേഷ്യയിലോട്ട് നല്ലൊരു കണക്ഷൻ കിട്ടും. ഇതാണ് ചബഹർ പോർട്ട് നിൽക്കുന്ന സ്ഥലം. പാകിസ്ഥാൻ്റെ സൗത്ത് വെസ്റ്റ് ഏരിയയിലാണ് ഇതിൻ്റെ ഒരു പോർഷൻ. അതുപോലെ നമുക്ക് അഫ്ഗാനിലോട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ട് ഇറാൻ ആക്സസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ പോർട്ട് വളരെയധികം സഹായകരമാണ്. ഇത് യൂറോപ്പിൻ്റെ പൊളിറ്റിക്കൽ മാപ്പാണ്. നമുക്കിതിൽ കാണാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് നോർത്ത് മുതൽ പറയാം. ഇവിടെ നോർവീജിയൻ സീ ആണ് കാണുന്നത്. ആർട്ടിക് സർക്കിൾ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലുള്ള സ്ഥലങ്ങളാണ് ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ 3 കൺട്രീസ് കാണാം, നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. ഇതിനെ പ്രധാനമായിട്ട് വിളിക്കുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്നാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസ്. ഇനി നമുക്കിവിടെ യുണൈറ്റഡ് കിങ്ഡം,
അയർലൻഡ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. അതിൽ യു കെയുടെ കൂടെയുള്ള അയർലൻഡ് എന്ന് പറയുന്നത് നോർത്തേൺ അയർലൻഡ് ആണ്. യു കെയുടെ കൂടെ ഉള്ളത്. ലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അയർലൻഡ് ഒരു കൺട്രി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ബ്രെക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ, അതായത് ബ്രിട്ടൻ എക്സിറ്റ് ഫ്രം വേർ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബ്രെക്സിറ്റ്. അപ്പോൾ ഈ ബ്രെക്സിറ്റ് ഇവിടെ വലിയൊരു പ്രശ്നമാവാനുള്ളൊരു കാരണം, നമ്മുടെ മാപ്പ് റീഡിങ്ങിലുള്ള അല്ലെങ്കിലും പറയാം, ഈ അയർലൻഡിൻ്റെ ഒരു പോർഷൻ, അതിൽ നോർത്ത് ഈസ്റ്റേൺ ഏരിയ എന്ന് പറയുന്നത് നോർത്തേൺ അയർലൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി കൺട്രോൾഡ് ബൈ യു കെ ആണ്. ഓക്കെ, അപ്പോൾ നോർമലി യൂണിയൻ, യൂറോപ്യൻ യൂണിയനിലുള്ള സ്ഥലങ്ങളിലോട്ട് പരസ്പരം സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ബ്രിട്ടൻ എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ബ്രിട്ടനിലോട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ നോർത്തേൺ അയർലൻഡ് മാത്രം മാറി നിൽക്കുമ്പോൾ അത് അയർലൻഡിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ ബാധിക്കും. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ അയർലൻഡിന് കിട്ടുന്ന സൗഭാഗ്യം നോർത്തേൺ അയർലൻഡിന് കിട്ടില്ല. ഇത് അവിടെ വലിയൊരു ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതും യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പോൾ 4 ചേർത്തിട്ടാണ്. സ്കോട്ട്ലൻഡ്, വെയിൽസ്, ബ്രിട്ടൻ, അതുപോലെ നോർത്തേൺ അയർലൻഡ് ചേർന്നിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം. ഈ 4 കിങ്ഡം കൂടെ ചേർന്നിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കുന്നത്, യു കെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് നോക്കി കാണാം. ഇവിടെ വേറെ ഭാഗങ്ങളുണ്ട്. ലിവർപൂൾ ഇവിടെ കാണാം, ഇറ്റ്സ് ലണ്ടൻ. ഇതുമാണ് തെയിംസ് നദി എന്ന് പറയുന്നത്, ഇവിടെ കാണാം. ആൻഡ് ദിസ് ഈസ് ഇംഗ്ലീഷ് ചാനൽ. ഓക്കെ, ഇംഗ്ലീഷ് ചാനലിൻ്റെ സൗത്ത് സൈഡിൽ ഫ്രാൻസ് കാണാം. ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ പാരീസ്. ഫ്രാൻസിന് മുകളിലായിട്ട് ബെൽജിയം കാണാം. ദെൻ ബ്രസൽസ് കാണാം. അതിന് മുകളിലായിട്ട് നെതർലാൻഡ്. ഓക്കെ, ആൻഡ് ജർമ്മനി നമുക്കിവിടെ കാണാം. ഇവിടെ ലക്സംബർഗ് എന്ന് പറയുന്ന ഏരിയാസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, മാൾട്ട, ഗ്രീസ്, ബൾഗേറിയ. അങ്ങനെ യൂറോപ്യൻ കൺട്രീസ് എല്ലാം നമുക്ക് പൊളിറ്റിക്കൽ മാപ്പ് നമുക്കിവിടെ വെവ്വേറെ കാണാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മെഡിറ്ററേനിയൻ സീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മെഡിറ്ററേനിയൻ സീയിലോട്ട് അറ്റ്ലാന്റിക്കിൽ നിന്ന് വരുന്ന ഭാഗം എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ആണ്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന ആക്ച്വലി സ്പെയിൻ എന്ന് പറയുന്നത് നോർത്ത് സൈഡിലും മൊറോക്കോ എന്ന് പറയുന്നത് സൗത്ത് സൈഡിലുമായിട്ടാണ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് എന്ന് പറയുന്നത് നോർത്ത് സൈഡിലും ആഫ്രിക്ക എന്ന് പറയുന്നത് സൗത്ത് സൈഡിലുമായിട്ട് മെഡിറ്ററേനിയനിലോട്ടൊരു ആക്സസ് കൊടുക്കുന്ന സ്ഥലമാണ് ഗിബ്രാൾട്ടർ, സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടർ. ഓക്കെ, ഇതിൻ്റെ ഫിസിക്കൽ മാപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്കാൻഡിനേവിയൻ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് നോർത്ത് സീ ആണ്. ഇവിടെ നോർവീജിയൻ സീ. ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ഇത് ബേ ഓഫ് ബിസ്കേ. ഇത് മെഡിറ്ററേനിയൻ നേരത്തെ പറഞ്ഞു. ദിസ് ഈസ് ബ്ലാക്ക് സീ. ബാൽക്കൻ മൗണ്ടൻസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, അത് ഈ ഭാഗത്താണ് വരുന്നത്. ബാൽക്കൻ മൗണ്ടൻസ് ഗ്രീസിനൊക്കെ കുറച്ച് മുകളിലായിട്ട് വരും. ഇവിടെ സെൻട്രൽ റഷ്യൻ അപ്ലാൻഡ് എന്നാണ് ഈ ഏരിയക്ക് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞു ഉറാൽ മൗണ്ടൻസ്. റഷ്യയുടെ ഈസ്റ്റേൺ എന്ന് പറയാൻ പറ്റില്ല, റഷ്യയുടെ യൂറോപ്യൻ ഭാഗവും ഏഷ്യൻ ഭാഗവും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഉറാൽ മൗണ്ടൻ.
ദെൻ ബ്ലാക്ക് സീ, കാസ്പിയൻ സീ, ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ബാൾട്ടിക് സീ ഉണ്ട്, ഇവിടെ വൈറ്റ് സീ ഉണ്ട്. സോ ഓൾ ദിസ് ഏരിയാസ് ഇമ്പോർട്ടൻറ്റ്. ഇത് അവിടുത്തെ ഒരു ക്ലൈമറ്റിനെ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഏഷ്യയിൽ കാണിച്ചതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ്, റെയിൻഫാളും മറ്റുള്ള കാര്യങ്ങളും, അതുപോലെ നമുക്കിവിടെ 2 കറണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതിൽ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് റെഡ് കളറാണ്, അതൊരു വാം കറണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവപ്രദേശത്തിലാണ് പോകുന്നത്. ഇവിടെ നാച്ചുറൽ വെജിറ്റേഷൻ ആണ്. ഇവിടെ ആൽപൈൻ, തുന്ദ്ര ഏരിയാസ് ഒക്കെ ഇവിടെ കാണാം. അതുപോലെ എവർഗ്രീൻ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഗ്രാസ് ലാൻഡ് ഏരിയാസ് ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ഗ്രാസ് ലാൻഡ് ഏരിയാസ് ആണ്. പിന്നെ സ്റ്റെപ്പീസ് ഉള്ള ഏരിയാസ് ഉണ്ട് കുറേയൊക്കെ. സ്റ്റെപ്പീസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. സ്റ്റെപ്പി നല്ല ഭംഗിയുള്ള കുറേ ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും. ഇത് നേരത്തെ കാണിച്ച പോലെ എക്കണോമിക് സൈഡാണ്, അഗ്രികൾച്ചറിന്റെ കാര്യങ്ങൾ, മിനറൽ കാര്യങ്ങൾ. ഇത് എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഒരു എൻലാർജ്ഡ് പോർഷൻ ആണ്. ഇറ്റ്സ് നോർത്ത് സീ, അറ്റ്ലാന്റിക് ഓഷൻ ഈ ഭാഗത്തായിട്ട് വരും. അതുപോലെ ഇംഗ്ലീഷ് ചാനൽ സൗത്ത് സൈഡിൽ. ഇത് സ്ട്രൈറ്റ് ഓഫ് ഡോവർ ആണ് ഇവിടെ കാണുന്നത്. ഫ്രാൻസിനും UK ഇടയിലുള്ളൊരു ഭാഗം. ഐറിഷ് സീ എന്ന് പറയുന്നത് ഇവിടെയാണ്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന് പറയുന്നത് ഇവിടെ. അതുപോലെ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്നത് കുറച്ച് ടോപ്പിലായിട്ട് വരും. ഇത് നോർത്ത് വെസ്റ്റ് ഹൈലാൻഡ് എന്ന് പറയുന്ന ഏരിയയാണ്. ഇവിടെ സ്കോട്ട്ലാൻഡ് ആണ് ഈ കൺട്രി എന്ന് പറയാം. ഇത് സദേൺ അപ്ലാൻഡ്. ഇവിടെ വെയിൽസ് ആണ്. ഇത് യൂറോപ്പിന്റെ വെസ്റ്റേൺ സൈഡിലാണ്. ഇവിടെ നമുക്ക് ഫ്രാൻസ് കാണാം, ലക്സംബർഗ്, ബെൽജിയം, നെതർലാൻഡ്, ചെക്ക് റിപ്പബ്ലിക്, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം. ഇത് ഗൾഫ് ഓഫ് ലയൺ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഗൾഫ് ഓഫ് ലയൺ. ഇത് ആഫ്രിക്കയുടെ ഫിസിക്കൽ മാപ്പാണ്. ഇവിടെ സൗത്ത് അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ്ലാന്റിക് ഓഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എസ് മാതൃകയിലാണ് അതിൻ്റെ ഒരു ഷേപ്പ് ഉള്ളത്. ഒരു ഫുൾ മാപ്പ് എടുക്കുമ്പോൾ ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഗൾഫ് ഓഫ് ഏദൻ പോലുള്ള ഭാഗങ്ങൾ. ഓക്കെ, ഇവിടെ സൗത്ത് അറ്റ്ലാന്റിക്. ഈ ഭാഗമാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ഏരിയ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് ഇഫ് ഇവിടെ ഈജിപ്തിൽ സിയസ് കനാൽ ഇല്ല എങ്കിൽ ഇവിടെ നിന്നുള്ളൊരു ഷിപ്പിംഗ് മെഡിറ്ററേനിയൻ വഴി ഇന്ത്യയിൽ എത്തുന്നത് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയായിരിക്കും വരേണ്ടത്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് നല്ല കാശ് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 7000 കിലോമീറ്റർ ആണ്, 7000 കിലോമീറ്റേഴ്സ് ആണ് സിയസ് കനാൽ വഴി ലാഭമായിട്ട് കിട്ടുന്നത്. ഇവിടെ ടോപ്പിൽ സഹാറ ഐലൻഡ് കാണാം. ഐലൻഡ് അല്ല, ഡെസേർട്ട് കാണാം. ഡെസേർട്ട്. അതുപോലെ ഇവിടെ താഴെ കലഹാരി ഡെസേർട്ട് കാണാം. ഒരുപാട് ഡെസേർട്ട് ഉള്ളൊരു ഏരിയ ആണ്. മഡഗാസ്കർ എന്ന് പറഞ്ഞൊരു ദ്വീപ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതാണ്.
വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ സെയിൻറ്റ് ഹെലന എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ സെയിൻറ്റ് ഹെലന ബേ ആണിത്. ഇത് ആഫ്രിക്കയുടെ തന്നെ പൊളിറ്റിക്കൽ മാപ്പാണ്. ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ, ഇത് സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇത് ഗൾഫ് ഓഫ് ഗിനിയ, ഇവിടെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. നമുക്ക് കൂടുതൽ ഓഷ്യൻ ആയിരിക്കും നമുക്ക് കൂടുതലൊന്ന് അറിഞ്ഞു വെക്കേണ്ടത്. മെഡിറ്ററേനിയൻ സീ, അതുപോലെ സ്ട്രൈറ്റുകൾ, പാസുകൾ, ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്. അതുപോലെ ബോർഡറിൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, പ്ലാറ്റൂസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയണം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള എക്കണോമിക് വാല്യൂസ് കൂടുതലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഓരോ കൺട്രീസ് ആയിട്ട് നമുക്കിവിടെ കാണാം. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഇതതിൻ്റെ ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, എക്കണോമിക് ആസ്പെക്ട്സ്, പോപ്പുലേഷൻ. ഈ ഭാഗത്ത് പോപ്പുലേഷൻ ഇല്ലാന്നത് എന്താണ്, നമ്മുടെ ഡെസേർട്ട് ആയതുകൊണ്ടാണ് കലഹാരി ഏരിയയിലും സഹാറ ഏരിയയിലും കുറഞ്ഞു കാണുന്നത്. ഇത് ആഫ്രിക്കയുടെ സദേൺ ഏരിയയാണ്. നമ്മുടെ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ്. ലെസോത്തോ എന്ന് പറയുന്നൊരു കൺട്രി ഉണ്ട്. ഇതെന്താണ്, ഒരു രാജ്യത്തിനകത്തുള്ള ഒരു വേറൊരു രാജ്യം, അതായത് ആ രാജ്യത്തിൻ്റെ 4 ചുറ്റുപാടും മറ്റൊരു രാജ്യം, ഒരൊറ്റ കൺട്രി, അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു പേര് പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഞാനത് വാട്സാപ്പിൽ അയച്ചു തരാം. ദെൻ ബാക്കിയുള്ള കേട്ടിട്ടുള്ള കൺട്രീസ് തന്നെ ആയിരിക്കും. നമീബിയ, അങ്കോള, സിംബാബ്വെ, ഓൾ ദോസ് ഏരിയാസ്. ഇത് ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലുള്ള ഭാഗമാണ്. ഇത് പാസിഫിക് ഓഷ്യൻ, ഇത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇത് ഗ്രീൻലാൻഡ്. ഇത് നോർത്ത് അമേരിക്കയുടെ പൊളിറ്റിക്കൽ മാപ്പാണ്. ഇവിടെ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവിടെയുണ്ട്, കുറച്ച് ഇവിടെയുണ്ട്, അലാസ്ക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അലൂഷ്യൻ ഐലൻഡ്സ്. ഇത് കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ റഷ്യയാണ്. ഇത്രയും ഏരിയ ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ആക്ച്വലി ഗ്ലോബിൻ്റെ ഒരു ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ പരത്തി കാണിച്ചിട്ടിരിക്കുന്നെങ്കിലും ഇതിൻ്റെ ഏരിയാസ് എന്ന് പറഞ്ഞാൽ വിട്ട് കുറവായിരിക്കും. ആൻഡ് സദേൺ സൈഡിൽ മെക്സിക്കോ ഉണ്ട്. പിന്നെ ഇവിടെ സെൻട്രൽ അമേരിക്കൻ കൺട്രീസ് കുറച്ചുണ്ട്, ജമൈക്ക പോലെയുള്ള കൺട്രീസ്. ഇതാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഇവിടെ ഗൾഫ് ഓഫ് മെക്സിക്കോ, ഇവിടെ യുക്കാറ്റൻ കനാൽ എന്ന് പറയുന്ന കനാലാണ്. കോസ്റ്റാറിക്ക എന്ന് പറയുന്നൊരു കൺട്രി, സാൻ ജോസ്, എൽ സാൽവഡോർ. ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഒത്തിരി കൺട്രീസ് ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ട് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷ് ആണ്. കാര്യം ഇത് UK ആണ് സങ്കല്പിക്കുക. ഇത് മെഡിറ്ററേനിയൻ, ഇത് ആഫ്രിക്ക, ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ, ആൻഡ് ഇത് നോർത്ത് അമേരിക്ക, ഇവിടെ സെൻട്രൽ, ആൻഡ് ഇവിടെ സൗത്ത് അമേരിക്ക. UK പോലുള്ള കൺട്രീസ് ഇങ്ങോട്ട് വന്ന് ഇന്ത്യയിലാണ് എന്താണ് ഒരു കോളനൈസേഷൻ തുടങ്ങിയത്. ഈ സമയത്ത് സ്പെയിൻ പോലുള്ള കൺട്രീസിന് ഇവിടെ വലിയ പ്രാധാന്യം കിട്ടിയില്ല. അപ്പോൾ സ്പെയിന് കൂടുതൽ ഇങ്ങോട്ട് വെച്ചടിച്ചു. അപ്പോൾ ഈ സെൻട്രൽ അമേരിക്കൻ കൺട്രീസിലും അതുപോലെ സൗത്ത് അമേരിക്കൻ കൺട്രീസിലും സ്പാനിഷ് കോളനീസ് ആയിരുന്നു ഒരുപാട്. അതുകൊണ്ട് സ്പാനിഷ് വളരെയധികം കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു ഭാഷയും
സ്പാനിഷ് ആണ്. ആൻഡ് ദിസ് ഇസ് ക്ലൈമറ്റ്. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നൊരു കറണ്ടാണ്, ഓഷ്യൻ കറണ്ട്. ഇത് കരീബിയൻ കറണ്ട്. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം ഇത് വാം കറണ്ടാണ്. അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതെന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്തിലൂടെ പോകുന്ന എന്താണ് അക്ഷാംശ രേഖയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. പിന്നെ അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം അത്രയേ ഉള്ളൂ. സദേൺ ഹെമിസ്ഫിയറിൽ 23.5 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. ജോഗ്രഫി ബുക്കുകൾ വായിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഐഡിയ കിട്ടും, എസ്പെഷ്യലി ജോഗ്രഫി NCERT. ഇവിടെ നമുക്കൊരു കോൾഡ് കറണ്ട് ഉണ്ട്, അത് കാലിഫോർണിയൻ കറണ്ട്, കോൾഡ് കറണ്ട്. അതുപോലെ നോർത്ത് പസഫിക് കറണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അതെന്ന് പറയുന്നത് വാം കറണ്ടാണ്. മിക്കവാറും ധ്രുവപ്രദേശത്ത് നിന്ന് താഴോട്ട് വരുന്നത് കോൾഡ് കറണ്ട് തന്നെയായിരിക്കും. ലാബ്രഡോർ കറണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗ്രീൻലാൻഡ് കറണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലാബ്രഡോർ കറണ്ട് നമ്മുടെ ടൈറ്റാനിക്കുമായിട്ട് ബന്ധമുണ്ട്. കാര്യം ഈ ലാബ്രഡോർ കറണ്ട് വരുന്ന സമയത്ത് അത് ധ്രുവങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഹിമപാളികൾ കൊണ്ടുവരും. അപ്പോൾ അതിങ്ങനെ ഒഴുകി വരും. സോ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ കുറവാണെങ്കിലും അതിൻ്റെ അടിഭാഗത്തോട്ട് ഒരു വളരെ വലിയൊരു മാസ് ഏരിയ ആയിരിക്കും കൊണ്ടുവരുന്നത്. സോ കപ്പലൊക്കെ നോർമലി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റു പോർഷൻസിലൊക്കെ ഹിറ്റ് ആവാനും തകർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ലാബ്രഡോർ കറണ്ട്, അതുപോലെ തന്നെ ഈ ഗ്രീൻലാൻഡ് കറണ്ട്, ഈ ഭാഗത്ത് നിന്ന് വരുന്ന കറണ്ട് സമുദ്രപ്രവാഹങ്ങളിൽ ഒത്തിരി മഞ്ഞ് പാളികൾ കൂടി അവർ കൊണ്ടുവരാറുണ്ട്. അത് ഒരുപാട് ഈ കപ്പൽ ഗതാഗതത്തെ വളരെയധികം നല്ല രീതിയിൽ അതിനെ ദോഷകരമായി ബാധിച്ചൊരു ഭാഗം കൂടെയാണ്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോൾഡ് കറണ്ട് വരുന്ന ഏരിയ അതുപോലെ വാം കറണ്ട് വരുന്ന ഏരിയ ഇത് മിക്സ് ആവുന്ന ഒരു സ്ഥലമുണ്ട്. സംവെയർ ഇറ്റ് മിക്സ്ഡ്. ഓക്കെ, അങ്ങനെയുള്ള ഭാഗത്ത് അബാൻഡൻ്റ് ആയിട്ടുള്ള ഫിഷ് റിസോഴ്സസ് കാണാം, ഒത്തിരി കാണും. അപ്പോൾ എസ്പെഷ്യലി പെറുവിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ ജപ്പാൻ, ഈ രണ്ട് ഏരിയാസിൽ ഏറ്റവും കൂടുതൽ ഫിഷ് റിസോഴ്സസ് ഉള്ളതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ്. ഇത് അഗെയിൻ നാച്ചുറൽ വെജിറ്റേഷൻ, എക്കോണമി, പോപ്പുലേഷൻ. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കുറച്ചും കൂടെ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു പിക്ചർ, ഫിസിക്കലാണ്. കുറച്ചും തപ്പിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിനകത്ത് കണ്ടുപിടിക്കാം. കുറേ പ്ലാറ്റ്യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് ഓരോ സ്റ്റേറ്റ്സും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും ഉള്ളതൊക്കെ അതിന് വളരെയധികം സ്റ്റേറ്റ് സെപ്പറേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഗൾഫ് ഓഫ് മെക്സിക്കോ, അറ്റ്ലാന്റിക് ഓഷ്യൻ, സർഗാസോ സീ, പേൾ ഹാർബർ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. പേൾ ഹാർബർ സെക്കൻഡ് വേൾഡ് വാർ പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി വായിക്കും. ഇത് സൗത്ത് അറ്റ്ലാന്റിക് സീയുടെ ഒരു ഫിസിക്കൽ മാപ്പ്. ഇതതിൻ്റെ പൊളിറ്റിക്കൽ. ബ്രസീൽ കാണാം, വെനിസ്വേല ഇപ്പോൾ സ്ഥിരമായിട്ട് ന്യൂസിൽ കാണാറുണ്ട്. ഇതാണ് പെറു. ഇത് ബ്രസീലിൻ്റെ കുറച്ചും കൂടി ഒരു എൻലാർജ്ഡ് മാപ്പാണ്. ആൻഡ് ദിസ് ഈസ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ഒരു ഫിസിക്കൽ മാപ്പാണ്. ഇവിടെ കോറൽ സീ ഉണ്ട്. സ്റ്റോം ബേ എന്നറിയപ്പെടുന്ന സ്ഥലം ഇവിടെയാണ്. എൻകൗണ്ടർ ബേ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഇവിടെയുണ്ട്. പിന്നെ ഗ്രേറ്റ് ബാരിയർ റീഫ്, ജോഗ്രഫിക് ബേ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ
കാൻബെറ, ബാസ് സ്ട്രെയിറ്റ്, BASS, ഏതൊരു വർഷം UPSCക്ക് ചോദിച്ചിട്ടുള്ളൊരു ഓക്കെ. ഇത് ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെ ഈ നല്ലർബർ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നല്ലർബർ പ്ലെയിൻ, ഇവിടെ ഗ്രേറ്റ് സാൻഡി ഡെസേർട്ട്. ഇതിൽ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ കൂടുതൽ ഏരിയാസ് പോർട്ടുമായിട്ട്, അതായത് എവിടെയാണോ സമുദ്രത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളത് ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും കൂടുതൽ ജനവാസമായിട്ടുള്ള ഏരിയാസ്. ഇപ്പോൾ സിറ്റീസിൻ്റെ കാര്യം നോക്കിയാലും മനസ്സിലാവും. ഇപ്പോൾ ബ്രിസ്ബെയിൻ, സിഡ്നി, കാൻബെറ, അഡിലാഡെ, ഈ സിറ്റീസ് എല്ലാം വന്നിട്ട് മെൽബൺ, എല്ലാ സിറ്റീസും വന്നിട്ട് ഈ ഒരു ഭാഗങ്ങളിൽ മാത്രമായിരിക്കും. പെർത്ത് ഇവിടെയാണ്. സോ ഈ ഭാഗങ്ങൾ കൂടുതൽ ഒരു ഡെസേർട്ട് കൈൻഡ് ഓഫ് പ്ലെയിൻ കൈൻഡ് ഓഫ് ഏരിയാസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ നല്ലർബർ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതിലൂടെ കിലോമീറ്ററോളം കാർ ഓടിച്ച് പോകുമ്പോൾ രണ്ട് സൈഡിലും യാതൊരു മരം പോലും ഇല്ലാത്ത ഏരിയാസ് കാണും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ. ഇത് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത് കോറൽ റീഫാണ്. ഇത് കോറൽ സീ ആണ്. ആക്ച്വലി കോറൽസ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഓർഗാനിസം ആണ്. അപ്പോൾ അത് വന്ന് ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഈ ഭാഗങ്ങളിൽ. അപ്പം അങ്ങനെയാണ് ഈ കോറൽ റീഫ് എന്നൊരു പേര് കിട്ടുന്നത്. ഡ്രെഡ്ജിങ് പോലെയുള്ള രീതിയിലുള്ള മീൻപിടുത്തം ഇതിനെ വളരെയധികം നശിപ്പിക്കും. അപ്പോൾ അത് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം. ഇത് ഇന്ത്യൻ ഓഷനിലുള്ള കുറച്ച് ഐലൻഡ്, പിന്നെ അങ്ങനെ കുറച്ച് ഭാഗമാണ്. നേരത്തെ പറഞ്ഞ അറ്റ്ലാന്റിക്, നോർത്ത് അറ്റ്ലാന്റിക് ആണ്, സൗത്ത് അറ്റ്ലാന്റിക് ആണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എസ് മാതിരിയാണ്, എസ് ആകൃതിയിലുള്ള. ഇത് ഇന്ത്യൻ ഓഷ്യൻ്റെ ഒരു പിക്ചറാണ്. ഇവിടെ ഡീഗോ ഗാർഷ്യ കാണാം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെയ്ച്ചില്ലീസ്. ഇവിടെ കൂടുതൽ എന്താണ് മിലിറ്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ US ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, ഈ രണ്ട് ഭാഗങ്ങളും. ഇത് മാൽഡീവ്സ്, ഇത് ഇന്ത്യയുടെ പോർഷൻസ്, മഡഗസ്കർ. സോ ഇത് നമ്മുടെ നോർത്ത് പോളാണ്. ഇവിടെ നമുക്ക് ഗ്രീൻലാൻഡ് കാണാം, ഐലൻഡ് കാണാം. ഡെൻ എന്ന് വെച്ചാൽ ഡെൻമാർക്കാണ് ഇതിൻ്റെ ഈ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഇത് ബാരൻ സീ, നേരത്തെ കാണിച്ച കാരാ സീ, ലാപ്റ്റേവ് സീ. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് രണ്ട് ഭാഗം കാണാൻ പറ്റും. അതിപ്പോൾ ഇതെന്ന് പറയുന്നത് ഏഷ്യയാണ്, റഷ്യയാണ് കാണുന്നത്, ഏഷ്യൻ ഭാഗമാണ് ഇവിടെ. ഇവിടെ കനേഡിയൻ ഭാഗമാണ് കാണുന്നത്. ഇത് നോർത്ത് പോളാണ്. കാര്യം ഇങ്ങനൊരു ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സമയവും ദൂരമൊക്കെ ലാഭമാണ്. കാര്യം ഈ പോളുകളിൽ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്ന പരന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ജിയോയിഡ് എന്ന് പറയുന്ന ഷേപ്പ്, ഇവിടെ ഒരു ഐയും കൂടി ഉണ്ട്. ഓക്കെ, ജിയോയിഡ് എന്ന് പറയുന്ന ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. ബെറിങ്സ് സീ എന്ന് പറയുന്ന ഇതാണ്. ഈ ഭാഗത്ത് ഇവിടെ ഒരു അലൂഷ്യൽ ഐലൻഡ്സ് ഉണ്ട്, കാണാൻ പാടില്ല. അലാസ്കയുമായിട്ട് ചേർന്നാണ് ബെറിങ് സ്ട്രെയിറ്റ് ഇവിടെയാണ്. അലൂഷ്യൽ ഐലൻഡ് ഈ ഭാഗത്തുണ്ട്. സോ ഇത്രയും വ്യത്യാസമേ ഉള്ളൂ US-ഉം റഷ്യയും തമ്മിൽ. ഇതെന്ന് പറയുന്നത് സൗത്ത് പോളിൻ്റെ പിക്ചറാണ്. ഇപ്പോൾ സൗത്ത് പോള് കൂടുതലായിട്ടും സയൻറ്റിഫിക് പേർപ്പസസിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ കൺട്രീസിനും അവരുടേതായ ഒരു എന്താണ് സയൻറ്റിഫിക് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സും ലാബും ഒക്കെ ഇവിടെ ഉണ്ടാവും. ദക്ഷിണ ഗംഗോത്രി എന്നാണ് ഇന്ത്യയുടെ എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന അതിന് പറയുന്ന പേര്.
അത് ഈ പറയുന്ന എല്ലാ ലിസ്റ്റിലുള്ള ഭാഗങ്ങളും ഇവിടെയുണ്ട്. മൾട്ടിപ്പിൾ കൺട്രീസ് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതൊരു ഫുൾ മാപ്പാണ്. ഇപ്പോൾ ഒരു മാപ്പ് സാധാരണ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലോട്ട് വരുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിനെ എന്താണ് ഒരു പേപ്പറിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് മാക്സിമം കാണിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഒരു മാപ്പിലോട്ട് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഏരിയാസ് എന്താണ് കുറവായിരിക്കും. പക്ഷേ മാപ്പിൽ അത് കറക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കർവ് നേരെ എടുക്കുമ്പോൾ ഈ ഏരിയസ് കൂടുതലായിട്ട് കാണിക്കേണ്ടി വരും. ഞാൻ നേരത്തെ കാനഡയുടെ കാര്യം പറഞ്ഞപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത്. രണ്ടും ഒരേ പിക്ചർ തന്നെയാണ്, ബോത്ത് ആർ സെയിം. ഇത് ആഫ്രിക്ക ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, ഏഷ്യ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഇത്രയും ഭാഗങ്ങൾ ചേർന്നിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടെ നമുക്ക് ഒത്തിരി കറൻസ് കാണാനായിട്ട് സാധിക്കും. ഇക്വിറ്റോറിയൽ എപ്പോഴും ഒരു കറണ്ട് കാണും. ജോഗ്രഫി ബുക്ക് വായിച്ചവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇക്വിറ്റോറിയൽ ഭാഗത്ത് എപ്പോഴും ഒരു കറണ്ട് ഉണ്ടാവും. ഇക്വിറ്റോറിയൽ കൗണ്ടർ കറണ്ട് എന്നും ഇതിനെ പറയും. അത് സൗത്തിലും നോർത്തിലും ഉണ്ടാവും. സൗത്ത് ഇക്വിറ്റോറിയൽ കറണ്ട്, ഇക്വിറ്റോറിയൽ കൗണ്ടർ കറണ്ട്, ഇത് രണ്ടും രണ്ട് ഭാഗത്തോട്ടാണ്. ഒരെണ്ണം വെസ്റ്റിലോട്ടും ഒരെണ്ണം ഈസ്റ്റിലോട്ടും. അതുപോലെ കാലിഫോർണിയ കറണ്ട്, നോർത്ത് പസഫിക് കറണ്ട്, ഇത് ഗൾഫ് സ്ട്രീമാണ്. ഇവിടെ ഇവർ കളർ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അതായത് ബ്ലൂ എന്ന് പറയുന്നത് വാം കറണ്ടും അതുപോലെ റെഡ് എന്ന് പറയുന്നത് കോൾഡ് കറണ്ടുമായിട്ടാണ്. അതുകൊണ്ടാണ് ഗൾഫ് സ്ട്രീം ബ്ലൂ കളറിൽ, ഇത് വാം കറണ്ടാണ്. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്നും അതുപോലെ നോർവീജിയൻ കറണ്ടുമായിട്ടൊക്കെ പോകുന്നത് ഇത് തന്നെയാണ്. ദെൻ ഇതെന്ന് പറയുന്നത് പ്രൈം മെറിഡിയൻ. സോ ഇത് വെച്ചിട്ടാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൈം മെറിഡിയൻ അതായത് രേഖാംശ രേഖകൾ, അതിന് എന്താണ് എല്ലാം നീളം ഒരുപോലെ തന്നെ ആയിരിക്കും ഭൂമിക്ക് ചുറ്റും. ഇത് പ്രൈം മെറിഡിയൻ. ഇങ്ങനെ ഓരോന്ന് വരയ്ക്കും. ഇതിൽ 5 മണി 30 ആണ് നമ്മുടെ സമയം, IST. ഇത് ക്രൊയേഷ്യ നമ്മൾ നേരത്തെ പറഞ്ഞ്, ഒയേഷ്യോ കറണ്ട്. ഈ രണ്ട് ഭാഗങ്ങൾ വന്ന് ചേരുമ്പോൾ അവിടെ ഒരു എന്താണ് മത്സ്യസമ്പത്ത് കൂടിയൊരു ഭാഗമുണ്ട്. ഇത് ജപ്പാന്റെ ഭാഗമാണ്, സി ഹിയർ. അതുപോലെ പെറുവിലും അതുപോലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും ഈ ഭാഗത്ത്. ഇനി ചെറിയ ചെറിയ ഉണ്ട്, കാനറി കറൻസ് ഉണ്ട്, ഗിനിയ കറൻസ് ഉണ്ട്. സോ ഇതിൻ്റെ മിക്കവാറുള്ള വിൻഡ് ഫ്ലോയും കാര്യങ്ങളാണ്. നോർത്ത് ഈസ്റ്റ് മൺസൂണ്, സൗത്ത് ഈസ്റ്റ് മൺസൂണ്. ഇതൊക്കെ നോക്കി നമുക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഡോൾഡ്രംസ്. വെസ്റ്റർലീസ് എന്ന് പറയുന്ന ഒരു 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ വീശുന്ന കാറ്റാണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ വെജിറ്റേഷൻ ആണ്, സ്റ്റെപ്പീസ്. ഇത് എസ്പെഷ്യലി നമ്മുടെ ജോഗ്രഫിയുടെ NCERT വായിക്കുമ്പോൾ ഇതിനെപ്പറ്റി നന്നായിട്ട് നോക്കിക്കൊള്ളുക. ഇത് കുറച്ച് സീ റൂട്ടാണ്. സീ റൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിവിടെ എന്താണ് ഈ ഭാഗത്ത് നിന്ന് കടന്നു പോകാനായിട്ട് ഇന്തോനേഷ്യയുടെ ഈ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അതുപോലെ ഗൾഫ് ഓഫ് പനാമ ഭാഗങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിലീജിയൻസ് ആണ് പറയുന്നത്.
ഇത് ലാംഗ്വേജ് ബേസിൽ ഉള്ള ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഒരു മണിക്കൂറിൽ പഠിക്കേണ്ട ഒരു ഭാഗമല്ല ഇതൊരിക്കലും. വളരെ സ്പീഡിന് ഒന്നൊരു ഓവർവ്യൂ തരണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അത് ആൾമോസ്റ്റ് പറഞ്ഞു തീർത്തു എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും ക്വിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. കാര്യം ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാര്യം അത്രയും സമയം എടുക്കും അതിന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കറണ്ട് അഫേഴ്സ് കൂടി അതിൽ ആഡ് ചെയ്തിരിക്കാം. മാപ്പ് റീഡിങ് ഒരു ശീലമാക്കണം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഇടയ്ക്കുണ്ടെങ്കിൽ ചോദിക്കണം. നമ്മുടെ ഗൂഗിൾ മാപ്പോ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും. ഏതെങ്കിലും ഒരു അറ്റ്ലസ് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഞാൻ കുറച്ച് പിക്ചേഴ്സ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രസൻറ്റേഷൻ ഷെയർ ചെയ്ത് തരാം.